ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു മിനി വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡേ മൈ ലൈഫ് വ്ളോഗ് ആവാം. ഞാൻ കുറേ ഇങ്ങനത്തെ കുട്ടി കുട്ടി സാധനങ്ങൾ ഉണ്ടാക്കും. അതൊക്കെ ഞാൻ വീട്ടിൽ ഇടും. പക്ഷേ ഒരു കാര്യമുള്ളൂ എന്നുള്ളൂ. പക്ഷേ ഞാൻ നല്ലോണം ഉണ്ടാക്കും. നല്ല രസമായിട്ടൊക്കെ ഉണ്ടാക്കും. ഇതൊക്കെ ഉണ്ടാക്കിയ ഞാനാണ്. ഇതിങ്ങനത്തെ കുഞ്ഞി കുഞ്ഞി സാധനങ്ങളൊക്കെ ഞാൻ വലിയൊക്കെ ഉണ്ടാക്കും. കുറച്ച് ബാഗ് അങ്ങനത്തെ പിന്നെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കേണ്ട ഇതൊക്കെയാണ് ചെയ്യണത്. ഓക്കെ, അപ്പം നമുക്ക് ഗെയിമിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഇക്കാക്ക് ഇങ്ങോട്ട് വന്നായിരുന്നു. അത് നോക്കണ്ട. ഇക്കാക്ക പല തരത്തെ ആക്ഷനിലാണ്. നിങ്ങൾ നോക്കണ്ട, നിങ്ങളത് നോക്കുക. ആരും എനിക്ക് കമൻറ്റ് തന്നില്ല. അതെനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ആ ഒരു കമൻറ്റ് ലൈക്സ് ഒക്കെ ഉണ്ട്, സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. പക്ഷേ എനിക്ക് ലൈക്ക് കാണുന്നില്ല. ഇവിടെ ലൈറ്റ് കണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഇവിടെ അവിടുത്തെ ലൈറ്റ് വന്ന് ഇവിടെയാണ് കത്തണത്, ഇവിടുത്തെ ലൈറ്റ് വന്ന് അവിടെയാണ് കത്തണത്. അപ്പോൾ ഞാൻ കുട്ടി കുട്ടി സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കും. അത് ഞാൻ അങ്ങനെയല്ല, ഞാൻ നല്ലതായിട്ടൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ കുട്ടി കുട്ടിയായിട്ട് ഞാൻ ഉണ്ടാക്കും. ഓക്കെ, ഇങ്ങനത്തെ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കും. ഇത് സ്റ്റിക്കർ സാധനങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കിയൊരു ബട്ട് ബാഗ്. എൻ്റെ പേരാണ് ഞാൻ എഴുതി വെച്ച സന്നാന്ന്. പിന്നെ കുറേ സ്റ്റിക്കേഴ്സാണ്. ഹാർട്ടിൻ്റെ സ്റ്റിക്കർ, സണ്ണിൻ്റെ സ്റ്റിക്കർ. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. ഈ ഒരു സ്റ്റാറിൻ്റെ സ്റ്റിക്കർ. ഇത് മറ്റൊരു സിൽക്കിൻ്റെതാണ്. അത് എനിക്ക് കാണാൻ പറ്റില്ല. സിൽക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതും പിന്നെ ഇത് ഞങ്ങളുടെ ഫാമിലിയുടെ പേരാണ്. ഞാൻ ഫാമിലിയുടെ പേര് പറഞ്ഞിട്ടുള്ളത് അത് കാണിക്കത്തില്ല. ഓക്കെ, ആദ്യം സൻഹ ഷഹനാസ്. അത് ഞാനും എൻ്റെ ഉമ്മയാണ്. ഞാനും സൻഹ. അതിൽ ചേർത്തേക്കണത് എൻ്റെ ഉമ്മേൻ്റെ പേരാണ് ഷഹന. പിന്നെ ഷിജ അങ്ങനെ എന്താണ് ഷിജ KM അങ്ങനെ. അതെൻ്റെ ഉമ്മാൻ്റെ അനിയൻ. എൻ്റെ ഉമ്മാൻ്റെ അനിയനാണ് എൻ്റെ ഉമ്മ. ഓക്കെ, മൈമൂന എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ. മൈമൂന. മാഹിൻ എന്ന് വെച്ചാൽ ഹസ്സാണ്. എൻ്റെ വാപ്പിച്ചിന്നാണ് ഞാൻ വിളിക്കുക സത്യം പറഞ്ഞാൽ. പിന്നെ സിഹാൻ നഫ്സർ എന്ന് പറഞ്ഞാൽ എൻ്റെ നഫ്സർ നസീർ. അത് എൻ്റെ പപ്പയാണ്. സിഹാൻ എൻ്റെ ഇക്കാക്കയാണ്. പിന്നെ സുമി എന്നല്ല, സുമയ്യ എന്നാണ് പേര്. പക്ഷേ ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഞാൻ സുമയ്യ എന്നിട്ട്. പാത്തു എൻ്റെ ബെസ്റ്റ് കസിൻസാണ് ഗൈസ്. അതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടും എൻ്റെ ബെസ്റ്റ് കസിനായിട്ടുമാണ് അത്. അവൾ വന്നാൽ തന്നെ ഞാൻ കുറച്ച് നേരം നിൽക്ക് അങ്ങനെയൊക്കെ പറയും. എൻ്റെ ഫേവറേറ്റാണ് പാത്തു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹാർട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര് പറയാം. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ല, ഈ കുറേ നിങ്ങൾക്ക് അറിയാത്തുണ്ടാവും. പക്ഷേ ഞാനതൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ അതിലിടാൻ പോയി. അതല്ല ഒരു വ്ളോഗ്, ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. പക്ഷേ ഞാനത് പറയുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരുടെയൊക്കെയാണ് ഞാൻ പറയാൻ പോണത്. ഇംഗ്ലീഷ് പേരിന് എനിക്ക് അറിഞ്ഞുകൂടാ, കാണും. പക്ഷെ അതിനത്രക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഇക്കാക്കിൻ്റെ ബെസ്റ്റായിട്ടുള്ളൊരു ഗെയിമറാണ് ഫോൾട്ടൻ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഫോൾട്ടൻ അതെനിക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതെൻ്റെ ഇക്കാക്കൻ്റെ ബിഗ് ഫാനാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ പേരാണ് ചട്ടമ്പീസ്. എനിക്ക് എത്ര ആൾക്കാരെന്ന് അറിയില്ല. ഞാൻ ലൈക്കും ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട്. പിന്നെ ഓണസ്റ്റ് കമൻറ്റ് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഫോണിൽ ചെയ്യാൻ പറ്റും, പക്ഷേ TV-യിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. TV-യിൽ അത് ചെയ്യാൻ പറ്റില്ല, അത് അലൗഡ് ആക്കിയിട്ടില്ല. ഓക്കെ, ഈ ചട്ടമ്പീസിൻ്റെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഐ എം നൈസ് ടു മീറ്റ് യു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചട്ടമ്പീസിന്. അടുത്തത് പറയണത് ടിയക്കുട്ടിയാണ്. ടിയക്കുട്ടി അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ പണ്ടേ തൊട്ട് കാണാറുള്ളൊരു കാർട്ടൂണല്ല, ടിയക്കുട്ടി. ടിയാൻ അദ്വിക്. പക്ഷെ അതിന് കൊടുത്തേക്കുന്ന ടിയക്കുട്ടിയാണ്. ഓക്കെ, പിന്നെന്ന് വെച്ചാൽ പ്രവീൺ ആൻഡ് പ്രവാൻ. എനിക്കതിനെ പ്രവീൺ ആൻഡ് പ്രവാൻ ഞാനത് പറയാല്ല, പ്രവീൺ ആൻഡ് പ്രവാൻ എന്നാണ്. പക്ഷേ പ്രണവ് കൊച്ചു അതാണ് ഞാനിപ്പോൾ ഏറ്റവും മുമ്പിൽ കാണാറുള്ള. എന്ന് പറഞ്ഞാൽ ഞാൻ
പ്രഗ്നൻ്റ് പ്രവാമിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയായിട്ടാണ് എനിക്ക് പുതിയ വീഡിയോ മാത്രം വന്നാൽ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിൻ്റെ പവർ സ്റ്റൈലർ അതിൻ്റെ ബഡ്ജറ്റൊക്കെ കുഞ്ഞി കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ലഡുവാണ് അങ്ങനെ എന്തോ പറഞ്ഞതിൽ ഫാമിലി വ്ളോഗ് അങ്ങനെയായിട്ട് എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇരുന്നിങ്ങനെ കാണും. ഓക്കെ, അവർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഇതായിരുന്നു എനിക്ക് കുഞ്ഞു സീരീസ് കുഞ്ഞപ്പൻ, അതിനുള്ളൊരു കുഞ്ഞു സീരീസ് ഓക്കെ, എനിക്കത് ഇഷ്ടമാണ്. ഓക്കെ, ഞാൻ ഓൾമോസ്റ്റ് അതാ കണ്ടുകൊണ്ടിരുന്നതായിരുന്നു. പിന്നെ കുറേ വന്നുമ്പോൾ അതും ഞാൻ കാണും. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ യൂട്യൂബേഴ്സിനെ ഇടക്കിട്ടിട്ട് കാണാറുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഏതായിരുന്നു കിട്ടണ്ടേ, പിന്നെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കിടക്കണം വേറെ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ഇതാവണില്ല. ഞാനത് ഫൗണ്ട് ചെയ്തിട്ട് വരാം. ഇസ്മായിൽ എന്ന് പറഞ്ഞൊരു യൂട്യൂബർ, അതെൻ്റെ കസിനാണ്, പക്ഷെ അത് യൂട്യൂബറാണ്. എൻ്റെ ഇതിൻ്റെ പേരാണ് ഹാർട്ട് ബെറീസ് ആണ്. നിങ്ങളൊക്കെ അത് കാണുന്നവർക്ക് അറിയാൻ പറ്റും, അത് ഹാർട്ട് ബെറീസ് ആണ്. പക്ഷെ ഇസ്മായിൽ അത് എൻ്റെ കസിനുമാണ്, എൻ്റെ ബെസ്റ്റ് കസിൻ. എനിക്ക് കുറേ കസിൻസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഉള്ള ബെസ്റ്റ് കസിനാണ് ഇസ്മായിൽ എന്ന് പറഞ്ഞതാണ് അവൻ്റെ ശരിക്കുള്ള പേര്. പക്ഷേ അവനെയൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല. എനിക്ക് പാത്തു എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോയിൽ കാണിക്കണേ. അവൾക്ക് കൊണ്ടൊരു യൂട്യൂബ് ചാനൽ, അതിൻ്റെ പേരറിഞ്ഞൂടെ. അവൾ വന്നിട്ട് ഞാൻ പേര് ചോദിച്ചിട്ട് ഞാൻ ഇടണേ. എനിക്കും കമൻറ്റിൽ ഞാൻ അത് ഇടേണ്ട വയ്ക്കും. പക്ഷെ കമൻറ്റ് ആരും കൊടുക്കില്ല. അത് കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് കമൻറ്റ് ആരും കൊടുക്കില്ല. വെറുതെ പോവുക. ലൈക്സൊക്കെ ചില ഷോർട്ട് വീഡിയോയിലൊക്കെ കിട്ടാറുണ്ടല്ലോ, വീഡിയോയിൽ അത്രയ്ക്ക് പോരാ, പക്ഷെ കിട്ടാറുണ്ട്. എനിക്ക് കിട്ടുള്ള ഇസ്മായിലെന്ന് ഞാൻ കണ്ടുപിടിച്ചത് എങ്ങനെയോ ആണ്. നിങ്ങൾക്കറിയോ ഏതെങ്കിലും എനിക്ക് കിട്ടില്ല എന്തായിരിക്കും ഞാൻ പറയാം. അതെൻ്റെ ബുക്കിൻ്റെ മേളിലാണ് ഞാൻ കൊണ്ട് വെച്ചേക്കണത്. അപ്പം ഞാൻ കുറച്ച് നീക്കിപ്പോയതാണ്. ഓക്കെ ഗൈസ്, എനിക്ക് ഇത്ര ഇപ്പം കിട്ടുള്ളൂ. ഞാൻ ചിലപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ എനിക്ക് കിട്ടിയതെല്ലാം ഞാൻ ഇടണമായിരിക്കും. ഓക്കെ, നമ്മൾക്ക് എന്തായാലും കുറച്ച് ക്രാഫ്റ്റ് ഉണ്ടല്ലോ, കുഞ്ഞി ക്രാഫ്റ്റൊക്കെയാണ് എനിക്കതൊക്കെ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾക്ക് നേരെ ക്രാഫ്റ്റിലേക്ക് പോവും. ഓക്കെ ഗൈസ്, ഞാൻ ഇടക്കിടക്കൊക്കെ ഇങ്ങനെ വെറുതെ ടീച്ചർ കുട്ടിയൊക്കെ കളിക്കുമ്പോൾ ഞാനിങ്ങനെ ഷാൾ ഇടും. എനിക്ക് ഷാൾ ഇടാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹാബിറ്റാണ്. അത് നമ്മൾ ഇടാനും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാനത് ഇടക്കിടക്ക് ഇങ്ങനെ ഇടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷാൾ ഇട്ടിട്ട് കാണുമ്പോൾ എന്ത് ഡ്രസ്സാന്ന് പറയും. അവിടെ മിക്സ് അടിക്കുന്നത് അത് നിങ്ങൾക്ക് കേൾക്കുമെന്നല്ല, എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് ഇടും. അതുകൊണ്ട് എൻ്റെ വീട്ടിലാണ് അത് ഇരിക്കുന്നത്. ഓക്കെ, ഞാൻ ഷോർട്ട് വീഡിയോസ് ഇപ്പോൾ ഒന്ന് അതൊക്കെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷോർട്ട് വീഡിയോ ആണ്. ഞാൻ എൻ്റെ തന്നെ കാണാറില്ല, ഞാൻ വേറെയാണ് ഇപ്പം പറഞ്ഞ യൂട്യൂബേഴ്സ് കഴിക്കാൻ. നമുക്ക് അപ്പം നേരെ ക്രാഫ്റ്റിലേക്ക്. ഓക്കെ ഗൈസ്, നമ്മളിപ്പം ചെയ്യാൻ പോണത് ക്രാഫ്റ്റാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും, ഈ ടേപ്പിലാണ് ഈ ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ കുറച്ച് സ്റ്റിക്കേഴ്സ് കാണിച്ചില്ല, അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, സ്റ്റിക്കേഴ്സ്. ഓക്കെ, സ്റ്റിക്കേഴ്സിൻ്റെ പേപ്പർ വേണം, അത് ഞാൻ എടുത്തിട്ട് വരാവേ. ഞങ്ങൾക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന എക്സാം പേപ്പറിൽ നിന്നാണ് ഞാൻ എപ്പോഴും എടുക്കാറുള്ളത്. അത് പക്ഷേ എൻ്റെ എക്സാം എൻ്റെ ഇക്കാക്കാൻ്റെ എക്സാം നാളത്തോടെ തീരും. നാളെ ഫ്രൈഡേ ആണ്. എൻ്റെ ഉപ്പയ്ക്ക് ലീവുള്ളൊരു ദിവസമാണ്. അവർ വന്നിട്ടുണ്ട്, അവനെ പറഞ്ഞയച്ചിട്ട്. ഓക്കെ, ഞാൻ അവനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഓക്കെ, അത് അവൻ്റെ എക്സാം നാളത്തോടെ തീരും. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് നടക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ വരെയുള്ള ഷീറ്റാണ്, പക്ഷെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചിങ്ങനെ വെക്കും. ആ സ്റ്റിക്കേഴ്സിന് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു ഷീറ്റ് പേപ്പറാണ്. പക്ഷെ എൻ്റെ ഉള്ളത് ഇതാണ്, പക്ഷെ ഞാൻ തിരിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യും. ഓക്കെ ഗൈസ്, നമുക്ക് അത് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാമെന്നാണ്. ഞാൻ കത്രിക അത് പോയി എടുത്തിട്ട് വരാവേ. ഗൈസ്, അത്യാവശ്യ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ഈ ലിപ്സ്റ്റിക്ക്, ഞാൻ ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് വരാവേ. അവിടെ നിൽക്കണേ നിങ്ങൾ. ഗൈസ്, ലിപ്സ്റ്റിക്ക് കാണാനില്ല, ഞാൻ ലിപ്സ്റ്റിക്ക് തപ്പി പിടിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, എനിക്കത് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് കുറേ പോകട്ടോ. അത് ഇവിടെ ഇങ്ങനെ പോയി കണ്ടിട്ടുണ്ട്, കുറച്ചും കൂടി സ്ഥലം ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഇങ്ങനെ നമ്മൾ തട്ടിയാൽ മാത്രമേ പോരത്തുള്ളൂ. അത്ര ടൈറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് വേണമെങ്കിൽ ഞാൻ വേറൊരു ബ്ലോഗിൽ ഇടാം. ഞാനിപ്പോൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഞാൻ ഉണ്ടാക്കാൻ പഠിക്കുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ ആലോചിച്ചു ഗൈസ്, ഗ്ലിറ്റർ ക്ലൗഡ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ സൈക്കിൾ ഓട്ടാൻ പഠിച്ചപ്പോൾ രാത്രി ഒരു ഗ്ലിറ്റർ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഗ്ലിറ്റർ ക്ലൗഡ് തന്നെ എന്നോട് ഗ്ലിറ്റർ ക്ലൗഡ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം തൊട്ട് ഞാനത് കാണാറുള്ളതാണ് ഗൈസ്. ഇത് സ്റ്റിക്സ് ആണ്. ഇതൊരു പിങ്ക് സ്റ്റിക്ക്.
ഇത് നോർമലാണ്. ഇതിൻ്റെ ഒരു കുറച്ചുണ്ടായിരുന്നു, അത് ഞാൻ കട്ട് ചെയ്താണ്. ആദ്യം രസം ഉണ്ടായിരുന്നില്ല ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് നേരെ നടക്കാമല്ലോ. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അത് വേണ്ട, ഞാൻ എഴുതിയിട്ട് വരാവേ. ഓക്കെ ഗൈസ്, ഞാൻ ഇപ്പോൾ എഴുതിയേക്കുന്നത് ഒരു ക്യാറ്റിനാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ക്യാറ്റിനാണ് വരച്ചേക്കുന്നത്. അതിൻ്റെ വേണ്ട ഒരു ബോൾ ഇരിപ്പുണ്ട്. പിന്നെ അതിൻ്റെ ഇവിടെ ഉള്ളൊരു സാധനം എഴുതിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ബോഡി അത്ര ഞാൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ മുഖം കാണിക്കണമെന്ന് വെച്ചാൽ അത് മുഖം കാണിച്ചാലും കുഴപ്പമില്ല. അത് കുറേ വീഡിയോ കാണിച്ചിട്ടുള്ളതാണ്. എനിക്ക് കാണുമ്പോൾ ഇത് ഞാൻ നിങ്ങളുടെ ക്യാമറയെക്കാണ് നോക്കണം. പക്ഷേ ഞാൻ വെച്ചേക്കണൊരു വേറെ സാധനത്തിൻ്റെ മണ്ടക്കാണ്, എൻ്റെ ഫാൻ്റെ മണ്ടക്കാണ് ഞാൻ വെച്ചേക്കണത്. അതാണ് നിങ്ങൾ കാണാൻ പറ്റും. ഫാൻ്റെ മണ്ടക്കൽ സൈഡിലാണ് ഞാൻ വെച്ചേക്കണത്. ഓക്കെ, നമുക്കിത് ഷേപ്പ് ഇത് കട്ട് ചെയ്യണതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. ഞാൻ കട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒരു ടേപ്പിലാണ് കട്ട് എടുത്തേക്കണത്. ഇത് നമുക്ക് ടേപ്പാണ്. ഞാൻ ടേപ്പ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ തന്നെ ടേപ്പ് എടുക്കാൻ പോകുന്നത്. ഞാൻ ഗൈസ്, ഇതാണ് ടേപ്പ്. ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ ഇപ്പോൾ ക്രാഫ്റ്റ് ചെയ്ത് ഇരിക്കുമ്പോഴായിരുന്നു എനിക്കിത് വന്നത്. അതിൻ്റെ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. സൗണ്ട് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനത് എടുത്തിട്ടുണ്ട്. ഞാനതിവിടെ ഒട്ടിച്ചിട്ട് കാണാം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഉമ്മയും പപ്പയും വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ തുമ്പ് വന്നിട്ടുണ്ട്. ഞാൻ ഗൈസ് ഇത് ഒട്ടിട്ടാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഞാനത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾക്ക് ഇനിയെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു ടൈപ്പ്. ഞാനിപ്പോൾ ഒരു കുഞ്ഞ് പീസ് വെട്ടിയെടുക്കുന്നത്. ഞാൻ കുഞ്ഞാണ് എടുത്തേക്കണത്. കുഞ്ഞ് സ്റ്റിക്കറാണ്. ഇതൊന്നും ആവശ്യമില്ല, എന്നാലും നമുക്ക് എടുത്തേക്കാം. വല്ല ആവശ്യം വന്നാലും ഞാനിതെടുത്തിട്ട് ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് ഒട്ടിച്ചേക്കണത്. പക്ഷേ നമ്മൾ ഇങ്ങനെയാണ് ഒട്ടിക്കേണ്ടത്. അത് ഒട്ടിക്കാൻ പറ്റാത്തവരുടെ കൊണ്ട് ഞാനിതിങ്ങനെയാണ് എപ്പോഴും ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്നത്. നമ്മൾ ഈ സ്റ്റിക്കറെല്ലാം ഉപയോഗിക്കേണ്ട ഒരു മറ്റേ ബാക്കും ഈ ഒരു ഫ്രണ്ടും തുറക്കാൻ പറ്റിയൊരു സ്റ്റിക്കറില്ലേ, അത് നിങ്ങൾക്കറിയായിരിക്കും. പക്ഷെ അത് എനിക്കും അറിയാം കേട്ടോ. പക്ഷെ അത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയത്തുള്ളൂ. ഒന്നുകൂടി പറിച്ചെടുക്കണ്ട ഗൈസ്. ഇത് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇത് ശ്രദ്ധിച്ചും കണ്ടും ചെയ്തില്ലെങ്കിൽ ഇത് വേറെ താരമായി പോവും. ഓക്കെ ഗൈസ്, ഞാനത് ഒട്ടിച്ചിട്ട് വരാം. ഗൈസ്, ഞാനത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൊണ്ടുപോയി ഒട്ടിക്കാം. ഇത് ഈ ഒരു സ്റ്റിക്കറാണ് ഞാൻ ഉണ്ടാക്കിയത്. നമുക്ക് തന്നെ കൊണ്ടുപോയി ഒട്ടിക്കാം. എൻ്റെ മേത്തൊട്ടി ഞാൻ അത് എടുത്തിട്ട് ഗൈസ്, അത് ചീന്തി പോയി. ഗൈസ്, നമുക്കൊന്നും കൂടി വെട്ടിയെടുക്കേണ്ടി വരും. അത് ചീന്തി പോയി. മര്യാദക്കും കണ്ടും ചെയ്തില്ലെങ്കിൽ അത് ഒരു ഫ്ലോപ്പായി പോകും. അതിൻ്റെ ഉള്ളിൽ അവിടെ ഒട്ടി. പക്ഷേ ഇതിൻ്റെ നമ്മൾ എഴുതിയത് പോവുക. അത് നമുക്ക് കാണാൻ ഇഷ്ടമുണ്ടല്ലോ. ഞാൻ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ പുതിയതാണ് എടുക്കാം. ഇത് കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിലാണ് ഞാനിപ്പോൾ വേണ്ടത്. എന്തായാലും കുറേ പേപ്പേഴ്സൊക്കെ ഉണ്ട്. വെറുതെ പഠിക്കുന്ന ആവശ്യം എന്തിനാണ്. നമുക്ക് ആദ്യം തന്നെ ഒരു ക്യാറ്റ് വരക്കണം. ഒരു ക്യാറ്റിനെ വരച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഞാൻ ഒന്നും മിണ്ടാട്ടത്. പക്ഷെ ഞാൻ മിണ്ടും, എനിക്ക് മിണ്ടണം. ഓക്കെ ഗൈസ്, ഞാൻ വേറെ പടപടാന്ന് പറഞ്ഞിട്ട് വരച്ച് കഴിഞ്ഞു. ക്യാറ്റ് വരയ്ക്കാൻ ഭയങ്കര സിമ്പിളാണല്ലേ. ശരിക്കും പറയാനല്ല, ഞാൻ വെട്ടും. ഒന്നും പോയിട്ട് ആറിനടുത്ത് പറയല്ലേട്ടാ. നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് എൻ്റെ തരും. പക്ഷെ അത് ആറിനടുത്ത് പറയാണ്ടിരുന്നാൽ മതി. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് കാണിച്ചു. ഉമ്മാൻ്റെ അടുത്ത് കാണിച്ചിട്ട് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉമ്മ അത് കേട്ടിരിക്കുന്നത്. എന്താണ് ഉമ്മമാര് പറയണ കേട്ടാലല്ലേ നമ്മൾ വളർന്നതായിട്ട് വരാൻ. അത് കാരണം കൊണ്ട് ക്ഷമിക്കണോ, ക്ഷമിച്ച് ഭരിക്കണം. ഞാനത് ഒട്ടിച്ച് പയ്യെ ഒട്ടിക്കണോട്ടിരുന്നു. അത് ആദ്യത്തെ പ്രാവശ്യം പോലും ഒട്ടിച്ച മൂന്നാമത്തെ പ്രാവശ്യമാവും. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഓക്കെ ഗൈസ്, നല്ല മര്യാദക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മര്യാദക്ക് വന്നിട്ട്. ഓ ഗൈസ്, എൻ്റെ എനിക്കാണ് ദേഷ്യം കയറുന്ന ഗൈസ്. ഇതൊക്കെ ഇവിടെ കുട്ടണ്. അതിലൊട്ട് വന്നപ്പോൾ അത് മൊത്തമായില്ലേ. ഓക്കെ ഗൈസ്, നമുക്കത് ഒട്ടിക്കാം. മൊത്തം ഒട്ടി ഗൈസ്. അത് ഓക്കെ, ഞാൻ താഴെ തന്നെ സീരിയലാണ്ട് ഒട്ടിക്കാറുള്ളത്. ഓക്കെ ഗൈസ്, ഞാനത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാനത് കാണിച്ചു തരാം. ബാക്ക് ക്യാമറ ഇല്ലാത്തതാണ് ഞാൻ ഫ്രണ്ട് ക്യാമറയാണ് കാണിച്ചെടുക്കുന്നത്. ഞാൻ ഹോം ടൂറിന് ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ ബാക്ക് ക്യാമറ എൻ്റെ ഇക്കാക്കനെ കൊണ്ട് ഞാൻ പിടിപ്പിച്ചിട്ട് ഞാൻ ബാക്ക് ക്യാമറ ചെയ്തു. ഓക്കെ, അപ്പം നിങ്ങൾ കണ്ടിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ
ഇപ്പം നിങ്ങൾക്ക് വിചാരിക്കണം ഞാൻ ആ റോൾ ഉണ്ടാക്കിയൊന്ന് കാണിച്ചത് ഓരോരോ കള്ളങ്ങളാ. അപ്പം ഞാനൊന്ന് നോക്കാം, ഞാൻ അങ്ങോട്ട് സീഡ് കിട്ടിയിട്ടോ ഗൈസ്. എനിക്ക് അങ്ങനെ ഈ ക്രാഫ്റ്റിങ്ങിൻ്റെ സമയം എനിക്ക് ഈ പാതിരാത്രിയില്ല, ഈ ഒരു ഉച്ച സമയം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ടി വിൻ്റെ അടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു പോക്കുണ്ട് പോണത് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനത്തെ വീഡിയോ എടുക്കണം അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ കിടന്ന് വാശിയാക്കിയിട്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കണേ. ഇപ്പം അത് കഴിഞ്ഞിട്ട് എൻ്റെ പപ്പ വരും, അത് കഴിഞ്ഞിട്ട് ഇന്ന് ഷോപ്പിംഗ് പോകുമെന്ന് പറഞ്ഞുകൂടെ. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഭക്ഷണം കഴിക്കാൻ വിളിച്ച പിന്നെ നിങ്ങളുണ്ടാവില്ല. എൻ്റെ ഒപ്പം നിങ്ങളുണ്ടായില്ലെങ്കിൽ എൻ്റെ പേര് കളയുന്നുള്ള മാഷമ്മ. ഇവനാണ് കൊള്ളാത്തപ്പഴം മണ്ണിട്ട് ചൊള്ളമറ്റുള്ളവൻ തച്ചോ ഞാൻ കിട്ടണ ഞാൻ തന്നെ പറഞ്ഞു. നിങ്ങൾ വിചാരിക്കണ്ട ആണ്ടോ പയ്യെ നല്ല റോളാക്കിയാലാണ് പെൻസിലും ഈ ലിപ്സ്റ്റിക്ക് കണ്ട ലിപ്സ്റ്റിക്കൊക്കെ കയറ്റി ആക്കണേ. ഞാൻ എന്നെ എടുത്തിട്ട് പയ്യെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കണം. മെയിൻ പേപ്പർ ആയതിനെ കൊണ്ട് ഒരു ഗൈസ് ഒത്തിരി മൂഞ്ചി പോയി. ഗൈസ് മൂഞ്ചില്ല, അത് പറയാൻ പാടില്ല. ഗൈസ് എൻ്റെ ഉമ്മ വിളിക്കേണ്ടത് കഴിഞ്ഞിട്ട് വരാവേ. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് എൻ്റെ ഉമ്മ ഫുഡ് കഴിക്കാൻ വിളിച്ചത് കാരണം ഞാൻ വീഡിയോ നിർത്തുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യണേ.